ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ആര് വരണം? സെലക്ഷൻ യോഗത്തിൽ ഈ ചോദ്യം ഉയർന്നപ്പോൾ പരിശീലകൻ ഗൗതം ഗംഭീർ ആദ്യം പറഞ്ഞ പേര് ഹാർദിക് പാണ്ഡ്യയുടേതായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ലിനെയാണ് രംഗത്തേക്ക് എത്തിച്ചത്. ഇതോടെ വൈസ് ക്യാപ്റ്റന്റെ പേരിൽ ഇരുവരും തട്ടിലായി. ഒടുവിൽ തീരുമാനം ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്ക് വിട്ടു. അഗാർക്കറും ഗില്ലിനെ പിന്തുണച്ചതോടെ ഹാർദിക്കിനെ മറികടന്ന് ഗിൽ വൈസ് ക്യാപ്റ്റനായി. ഇത്തരത്തിൽ ടീം തിരഞ്ഞെടുപ്പിൽ ഉടനീളം ക്യാപ്റ്റനും കോച്ചും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്കിടെ തന്നെ ഗംഭീറും രോഹിത്തും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫി ടീം തിരഞ്ഞെടുപ്പിലേക്കും നീണ്ടതെന്നാണ് വിവരം. പേസർ മുഹമ്മദ് സിറാജിന്റെ കാര്യത്തിലും ക്യാപ്റ്റനും കോച്ചും തമ്മിൽ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. മൂന്നാം പേസറായി സിറാജിനെ മതിയെന്നും ഗംഭീർ വാശി പിടിച്ചെങ്കിലും അർഷദ്ദീപ് സിംഗിന് വേണ്ടി രോഹിത് നിലകൊണ്ടതോടെ സിറാജിനെ ഒഴിവാക്കുകയായിരുന്നു. ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ പന്തെറിയാനുള്ള അർഷദ്ദീപിന്റെ കഴിവാണ് സെലക്ഷന് മാനദണ്ഡമായി രോഹിത് മുന്നോട്ട് വെച്ചത്.